ഇന്ന് റിലയൻസിൽ പായസം ഉണ്ടാക്കാനായിട്ട് അട വാങ്ങിക്കാൻ പോയപ്പോൾ അവിടുത്തെ ചേച്ചി പറഞ്ഞു, ഇപ്പം ഇങ്ങനത്തെ പാക്കറ്റ് മിക്സ് മാത്രമാണ് വരുന്നത്, മറ്റേ അട വളരെ കുറച്ച് മാത്രമാണ് വരുന്നതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചപ്പോഴേ നമുക്ക് അട ഉണ്ടാക്കിയിട്ട് പായസം വെച്ചാൽ എങ്ങനെയുണ്ട്? ഇത് ഇത്ര വലിയ പണിയൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് അട ഉണ്ടാക്കിയിട്ട് പായസം വയ്ക്കാം. അപ്പം ഞാനിവിടെ 1 കപ്പ് വറുത്ത അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 1 കപ്പ് വെള്ളം ആദ്യം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മിക്സാക്കിയ ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒരു ലൂസ് പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്, അതായത് ദോശമാവിൻ്റെ ഒക്കെ ഒരു പരുവത്തിൽ. അപ്പോൾ ഞാനിവിടെ ഓൾമോസ്റ്റ് 1 കപ്പും പിന്നെ ഒരു 1/4 കപ്പും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓരോ പൊടിക്കനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടാവും. ചിലപ്പോൾ ചിലവർക്ക് 1 കപ്പിൽ തന്നെ ഇതേപോലെ ലൂസായിട്ടുള്ള ബാറ്റർ കിട്ടും. അപ്പോൾ നിങ്ങളുടെ അരിപ്പൊടിയുടെ കണക്കനുസരിച്ചിട്ട് വേണം കേട്ടോ വെള്ളം എടുക്കാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മാവിൻ്റെ പരുവം. ഇനി അതിലേക്ക് ഒരു വലിയ സ്പൂണ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യും കൂടെ നന്നായിട്ട് ഇതിലേക്ക് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാനിവിടെ വാഴയിലയിലൊന്നുമല്ല ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളുടെ ഒരു സാധാ സ്റ്റീൽ പ്ലേറ്റിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് ഇതിനകത്ത് 2 തവിയാണ്, അതായത് വളരെ നൈസായിട്ടാണ് നമ്മുടെ അട വേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിക്ക് ഉണ്ടാക്കരുത്, വളരെ നൈസായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ ഇതിനകത്ത് 2 സ്പൂണാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ 3 പ്ലേറ്റ് ഒരേ സമയം വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 10 മിനിറ്റ് ആവി കയറ്റിയെടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് ഇത് ഒന്ന് തണുക്കണം. ഇത് ആവി കയറ്റി പുറത്തെടുത്ത ശേഷം നിങ്ങളൊന്ന് തൊട്ട് നോക്കുക. അപ്പോൾ ഇതുമ്പോൾ മാവ് പറ്റി പിടിച്ചിട്ടില്ലെങ്കിൽ അത് വെന്തു എന്നാണ് അർത്ഥം. അപ്പോൾ ഈ പ്ലേറ്റിൽ നിന്ന് പുറത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇതേപോലെ നീളത്തിലും ക്രോസായിട്ടും നമ്മൾ മുറിച്ച് എടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിന് ശേഷം ഞാൻ ഫോർക്ക് വെച്ചിട്ടാണ് ഇത് മുഴുവൻ പൊളിച്ചെടുത്തത്. പെട്ടെന്ന് തന്നെ വരും, കാരണം നെയ്യ് നല്ലോണം തൂവിയുണ്ടല്ലോ. അപ്പോൾ നമ്മളുടെ എല്ലാ അടയും ഇതേപോലെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പച്ചവെള്ളത്തിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഒരു പശിമയും അതിൻ്റെ പുറത്തുള്ള നെയ്യൊക്കെ കുറേ പോയി കിട്ടണം കേട്ടോ, എന്നാലാണ് അത് കട്ട പിടിക്കാണ്ട് കിടക്കുള്ളൂ. അപ്പോൾ കഴുകാന്ന് പറഞ്ഞാൽ ഒരു 4-5 പ്രാവശ്യം വെള്ളത്തിലിട്ട് കഴുകിയെടുക്കണം കേട്ടോ. എന്നിട്ട് ഇത് ഊറ്റി വെക്കണം. ഇനി പായസം ഉണ്ടാക്കാൻ ഞാനിവിടെ 2 ലിറ്റർ പാലെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ 1/4 കപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ, പിന്നെ ബാക്കിയുള്ളതും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ഈ അടയുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ പാലിൽ കിടന്നിട്ട് ഇത് നന്നായിട്ട് തിളച്ച് മധുരമൊക്കെ അടയിലും കൂടെ പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ 2 ലിറ്റർ എടുത്തത് ഓൾമോസ്റ്റ് 1/2 ലിറ്റർ നമ്മൾ ഇതിൽ നിന്ന് വറ്റിച്ച് എടുക്കണം കേട്ടോ, അതായത് കുറുകി വരുമ്പോൾ. അതിന് ശേഷം നെയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ നമ്മൾ താളിച്ച് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല കുറുകിയ അടിപൊളി ടേസ്റ്റുള്ള വീട്ടിലുണ്ടാക്കിയ അട കൊണ്ടുള്ള പാലട പായസം റെഡി ആയിട്ടാണ്.